തൃശൂർ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണുവിനെ നീതി തേടിയുള്ള പീപ്പിൾ ടിവി ഹാഷ്ടാഗ് ക്യാമ്പയിൻ പൊതുസമൂഹം ഏറ്റെടുത്തു. ജിഷ്ണുവിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധം. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലാണ് വൻ വിദ്യാർത്ഥി പ്രതിഷേധം ഇരമ്പിയത്. SFI, AISF, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തിൽ 1000-നടുത്ത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പോലീസ് വലയം ഭേദിച്ച് ഉള്ളിൽ കയറിയ വിദ്യാർത്ഥികൾ ഇടിമുറിയെന്ന് ആരോപിക്കുന്ന PRO ഓഫീസ് അടിച്ചു തകർത്തു. ജിഷ്ണുവിന് നീതി തേടി പീപ്പിൾ TV ആരംഭിച്ച ക്യാമ്പയിന് പിന്നാലെയാണ് മാനേജ്മെന്റ് പീഡനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിൽ സമരം നെഹ്റു ഗ്രൂപ്പിന്റെ മറ്റു കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ പറഞ്ഞു. ഒരു ജിഷ്ണു ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സമരത്തിന് SFI തുടക്കം കുറിക്കുകയാണ്. അരാഷ്ട്രീയ ക്യാമ്പസുകളെല്ലാം രാഷ്ട്രീയവൽക്കരിക്കാൻ, രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിലാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് മാനേജ്മെന്റുകൾ ഭരണം നടത്തുന്നത്, അനധികൃതമായ ഫീസ് വാങ്ങിക്കുന്നത്, ഇടിമുറികൾ ഉണ്ടാക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു സമരം ശക്തമായി SFI ഏറ്റെടുക്കും. കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുക തന്നെയാണ് SFI ചെയ്യുന്നത്. സമരത്തിനിടെ പോലീസ് ജീപ്പ് തകർത്ത KSU പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. നാളെ KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത കോളേജിന് വൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജിഷ്ണുവിന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജിഷ്ണുവിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉള്ളതായും കോളേജിലെ ഇടിമുറിയിൽ ജിഷ്ണുവിനെ കയറ്റിയതായും സൂചനയുണ്ട്. സംഭവം നടന്ന അരമണിക്കൂർ ശേഷം സീനിയർ വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ജിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകളാണ് ഉയരുന്നത്. ജിഷ്ണുവിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകളുണ്ട്. ജിഷ്ണുവിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തെ ദൃശ്യം പീപ്പിൾ പുറത്തുവിട്ടു. ദൃശ്യത്തിൽ മുഖത്തെ മുറിവ് വ്യക്തമായി കാണാം. സംഭവ ദിവസം വൈകിട്ട് ജിഷ്ണുവിനെ ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ചെന്ന സഹപാഠികളുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിഷ്ണുവിനെ ആശുപത്രിയിലെത്തിക്കുന്നതിൽ കോളേജ് മാനേജ്മെന്റ് മനഃപൂർവ്വം വീഴ്ച വരുത്തിയതായും തെളിഞ്ഞു. സംഭവം നടന്ന അരമണിക്കൂറിന് ശേഷമാണ് ജിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിക്കാൻ വാഹനം അനുവദിക്കണമെന്ന സഹപാഠികളുടെ ആവശ്യം കോളേജ് മാനേജ്മെന്റ് നിരാകരിച്ചു. ഒടുവിൽ സീനിയർ വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ജിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കൂടെ ഹോസ്റ്റൽ വാർഡനും വാഹനത്തിൽ കയറിയിരുന്നു. കോളേജിന് സമീപത്തെ ആശുപത്രികളിലൊന്നും പോകാതെ ജിഷ്ണുവിനെ കിലോമീറ്ററുകൾ അകലെയുള്ള ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. PV കുട്ടൻ, കോഴിക്കോട്. ജിഷ്ണുവിന്റെ മരണത്തിൽ കോളേജ് മാനേജ്മെന്റ് കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പ്രതികരിച്ചു. നെഹ്റു കോളേജിലുണ്ടായ സംഭവം ഏതായാലും വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. അതിദാരുണമായൊരു സംഭവമാണ്. ഒരിക്കലും കേരളത്തിൽ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായ വിവരം അറിയാം. KT ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറെയും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. എത്രയും വേഗം റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് വിശകലനം ചെയ്തിട്ട് ആരാണോ അതിൻ്റെ കുറ്റക്കാർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുക്കും. ഇനി ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഒരു കോളേജിലും ആവർത്തിക്കാതിരിക്കത്തക്ക സേഫ്റ്റി മെഷേഴ്സ് സംസ്ഥാന സർക്കാർ എടുക്കും. കോയമ്പത്തൂർ നെഹ്റു കോളേജിലും ഇടിമുറിയെന്ന് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. കായിക അധ്യാപകൻ സെന്തിലിന്റെ മുറിയിൽ വെച്ചാണ് മർദ്ദനമെന്നും കുട്ടികൾ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചുവെന്ന് മാനേജ്മെന്റും പീഡിപ്പിക്കുന്നതായി കുട്ടികൾ. ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. PT റൂം എന്ന് പറഞ്ഞ റൂമുണ്ട്. PT എക്യുപ്മെന്റ്സും PTയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന റൂം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിലുള്ള സ്റ്റുഡൻസിനെ മുഴുവന് അവിടെ കൊണ്ടുപോയി ആ PT റൂമിലിട്ട് അങ്ങേർക്ക് തോന്നുന്നത്ര പോലെ നമ്മളെ മർദ്ദിക്കും. ഇതാണ് PT അതിന്റെ ഒരു ഇടിമുറി അല്ലെങ്കിൽ ഇരുട്ടുമുറി, അതുപോലെയാണ് അത്. ഇത് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പേര് വെളിപ്പെടുത്തരുതെന്ന് നിർബന്ധമുള്ള വിദ്യാർത്ഥിയുടെ വാക്കുകളാണ്. മാനേജ്മെന്റ് ഭീഷണിയാണ് പേര് വെളിപ്പെടുത്താനും പരസ്യപ്രതികരണത്തിനും ഇവർക്ക് തടസ്സം. സെന്തിൽ എന്ന PT അധ്യാപകനാണ് ഇവിടുത്തെ ശിക്ഷ നടപ്പാക്കുന്നയാൾ. കുട്ടികളെ ശിക്ഷിക്കാൻ കോയമ്പത്തൂരിലെ നെഹ്റു കോളേജിലും പ്രത്യേകം മുറിയുണ്ട്, ഇരുട്ടുമുറി അഥവാ ഇടിമുറി. വലിയ പ്രതീക്ഷയുമായി ഇവിടെ എത്തുന്ന കുട്ടികളെ മാനേജ്മെന്റും പീഡിപ്പിക്കുന്നതായി കുട്ടികൾ പറയുന്നു. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ കോഴ്സ് കാലാവധി കഴിയാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടില്ല. മറ്റു കോളേജിൽ പ്രവേശനം ഉറപ്പാക്കിയാൽ കോഴ്സ് കാലാവധി തീരുന്നവരെയുള്ള മുഴുവൻ ഫീസും അടയ്ക്കണം. ഓരോരോ കാര്യത്തിലും മെന്റലായിട്ടുള്ള പ്രഷേഴ്സും മെന്റലായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും അതൊന്നും വെളിയിൽ വിടുന്നില്ല. എല്ലാം പേടിച്ചിട്ടാണ് വെളി വിടുന്നത്.
സമരവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിച്ച കോളേജിൽ ജിഷ്ണുവിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങിയാണ് ഇന്ന് പ്രതിഷേധം അറിയിച്ചത്. മാനേജ്മെന്റ് നടപടിക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. AK ലതീഷ്, പാലക്കാട്. ജിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല നൽകിയ നോട്ടീസിന് വിശദീകരണവുമായി നെഹ്റു കോളേജ് മാനേജ്മെന്റ് രംഗത്ത്. നെഹ്റു കോളേജ് മാനേജ്മെന്റിന് വേണ്ടി പ്രിൻസിപ്പൽ ഡോക്ടർ വരദരാജനാണ് വിശദീകരണം നൽകിയത്. വിദ്യാർത്ഥിയെ വിളിച്ച് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. നടപടി എടുത്തിരുന്നില്ല. സ്ഥാപനത്തിന്റെ സൽപ്പേര് തകർക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും പ്രിൻസിപ്പൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. കൊല്ലം തങ്കശ്ശേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലും ഇടിമുറി. തങ്കശ്ശേരിയിലെ ജനസിസ് ട്യൂട്ടോറിയൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ ക്രൂരമർദ്ദനം. ക്ലംസൺ എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കൂട്ട അവധിയെടുത്ത IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തെ കർശനമായി നേരിട്ട സർക്കാർ IASകാരുടെ പ്രതിഷേധം ഗൗരവത്തോടെ കാണുന്നുവെന്നും IAS ഉദ്യോഗസ്ഥർക്കെതിരായുള്ള അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം IASകാർ അവധി പിൻവലിച്ച് ജോലിയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആഹ്വാനം ചെയ്ത IAS ഉദ്യോഗസ്ഥരുടെ സമരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങി. ഉന്നയിച്ച ഒരാവശ്യത്തിനും സർക്കാർ വഴങ്ങില്ലെന്ന് ഭരണത്തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്തു പറഞ്ഞതോടെ IASകാർ സമരം പിൻവലിക്കാൻ നിർബന്ധിതരായി. രാവിലെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദന്റെ നേതൃത്വത്തിൽ 8 മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. പോൾ ആന്റണി വിജിലൻസ് കേസിൽ പ്രതിയായതായിരുന്നു IASകാരെ പ്രകോപിപ്പിച്ചത്. വിജിലൻസ് ഡയറക്ടർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് IASകാരുടെ പരിവേദനം. പരാതി സശ്രദ്ധം കേട്ട മുഖ്യമന്ത്രി IASകാരുടെ വാദങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചു. ഒരു കേസിലും സർക്കാരിന് ഇടപെടാനാവില്ലെന്നും നിയമത്തിന്റെ വഴി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി IASകാരോട് പറഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് PWD സെക്രട്ടറിയായ TO സൂരജിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇന്ന് കാട്ടിയ സമരമുറ അവലംബിക്കാത്തത് എന്തെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് മൗനമായിരുന്നു IASകാരുടെ മറുപടി. കേസ് ചാർജ് ചെയ്യുമ്പോൾ വികാരമുണ്ടാവുന്നത് സ്വാഭാവികമാണെന്നും സമരം പ്രഖ്യാപിച്ചത് വഴി സർക്കാരിനെ വഴിപ്പെടുത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രി വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു. FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന് ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. കോടതിയും സർക്കാരും തീർപ്പുണ്ടാക്കിയ സംഭവത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിഷേധക്കാരോട് സർക്കാർ കർശനമായി പ്രതികരിച്ചതോടെ സമരവും അവധിയും പിൻവലിക്കുന്നതായി IAS ഭാരവാഹികൾ സർക്കാരിനെയും അറിയിച്ചു. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ആവശ്യപ്പെട്ടു. ജേക്കബ് തോമസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും സുധീരൻ സംവിധായകൻ കമലിനെതിരെ BJP നേതാക്കൾ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നും സാക്ഷി മഹാരാജ് ആകാനാണ് കേരളത്തിലെ BJP നേതാക്കൾ ശ്രമിക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് ഇന്നുള്ള വിജിലൻസ് സംവിധാനത്തെക്കാൾ വ്യത്യസ്തമായി ഒരു സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ പറഞ്ഞത് ആർക്കെതിരെ ആരോപണം വന്നാലും അന്വേഷിക്കണം. ആരോപണത്തിന് അല്ലെങ്കിൽ അഴിമതിക്ക് കക്ഷിബന്ധമല്ല. അഴിമതി ആരോപണം ആർക്കെതിരെ വന്നാലും അന്വേഷിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇത്രയേറെ കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായ സാഹചര്യമാണ്. ഇതുപോലെ IAS ഉദ്യോഗസ്ഥന്മാർ പ്രതിഷേധിക്കുന്ന ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. താല്പര്യമില്ലെങ്കിൽ സംവിധായകൻ കമൽ രാജ്യം വിടണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി N രാധാകൃഷ്ണന്റേതാണ് ആവശ്യം. കേരളത്തിൽ നിന്നും ചെഗുവേരയുടെ ചിത്രം മാറ്റണമെന്നും N രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
സംവിധായകൻ കമലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യം വിട്ടു പോവേണ്ട ആളാണ് കമലെന്നും രാജ്യതാൽപര്യം സംരക്ഷിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ കമൽ രാജ്യം വിടണമെന്നും BJP ആവശ്യപ്പെടുന്നു. SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കമലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. കമൽ എന്ന് പറയുന്ന ആരാ? എനിക്ക് തോന്നുന്നു SDPI പോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കമലിൻ്റെ ബോർഡ് ചെയർമാൻ്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല, രാജ്യം വിട്ടു പോകേണ്ടവരാണ്. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടിയന്തരമായി ചെഗുവേരയുടെ ചിത്രം നീക്കം ചെയ്യണം. കഞ്ചാവ് വലിച്ചു നിൽക്കുന്ന ചെഗുവേര അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുവെന്നും സമാധാനം ഉണ്ടാവണമെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും ചിത്രം എടുത്തുമാറ്റണം എന്നുമാണ് BJPയുടെ കണ്ടെത്തൽ. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും കഞ്ചാവ് വലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ഫോട്ടോ അത് അടിയന്തരമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അരക്ഷിതാവസ്ഥയും അരക്ഷിതബോധവും അരാജകത്വവും സൃഷ്ടിക്കുന്ന ഫോട്ടോകൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ചെഗുവേരയുടെ ചരിത്രം അറിയാത്തവരാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്നും സ്റ്റാലിനും ഹിറ്റ്ലർക്കും മുസോളിനിക്കും ഒപ്പമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നുമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെട്രോൾ പമ്പുകളിൽ നിന്നും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കുന്നതിന് അധിക തുക നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിന് ശേഷം പെട്രോളിയം സഹമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നത് ഉപഭോക്താക്കൾക്കും പമ്പുടമകൾക്കും അധിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നോട്ട് നിരോധനം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലൊടിച്ചുവെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. പഞ്ചാബിലെ 10 വർഷത്തെ NDA ദുർഭരണം സംസ്ഥാനത്തെ അധോഗതിയിലേക്ക് തള്ളിവിട്ടെന്നും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞു. മയക്കുമരുന്ന് നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രകടന പത്രികയാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. ദില്ലിയിലെ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രകാശനം ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെയും പഞ്ചാബിൽ 10 വർഷമായി ഭരിക്കുന്ന അകാലിദൾ BJP സർക്കാരിനെതിരെയും മൻമോഹൻ സിംഗ് ആഞ്ഞടിച്ചു. നോട്ട് നിരോധനം രാജ്യത്തെ സമ്പദ്ഘടനയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചതെന്ന് ധനകാര്യ വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ് ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലും നോട്ട് നിരോധനം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്നും മൻമോഹൻ സിംഗ് അഭിപ്രായപ്പെട്ടു. GDP growth will be 7.1% as against the target of 7.6% which was earlier mentioned. But this does not account the effect of the demonetization on the system. And when that is taken into account, you will see that there will be very significant of adverse effect on the country's GDP. 10 വർഷത്തെ BJP അകാലിദൾ ഭരണം പഞ്ചാബിന്റെ സമസ്ത മേഖലകളെയും താറുമാറാക്കിയെന്നും മൻമോഹൻ സിംഗ് കുറ്റപ്പെടുത്തി. 4 ആഴ്ച കൊണ്ട് മയക്കുമരുന്ന് നിർമ്മാർജ്ജനം, ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി, പെൺകുട്ടികൾക്ക് PhD വരെ സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത്. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തയിലേക്ക്. തിരുവനന്തപുരം ISROയിൽ 3000-ലേറെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ISROയിൽ തൊഴിൽ സമരം ശക്തമാകുന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, ജില്ലാ പ്രസിഡന്റ് V ശിവൻകുട്ടി എന്നിവർ സമരകേന്ദ്രത്തിലെത്തി. തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ CITU ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എളമരം പറഞ്ഞു. കരാർ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായ ശക്തമായ സമരം നടന്നുവരികയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച പമ്പാ സംഗമത്തിൽ പ്രോട്ടോകോൾ ലംഘനം. ഗവർണർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് ജില്ലാ കളക്ടറെ ക്ഷണിച്ചില്ല. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുന്നതിനായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ പങ്കെടുപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മകരവിളക്ക് ഉത്സവകാലത്ത് സ്ഥിരമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പമ്പാ സംഗമം. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുന്നതിനായി സംഘടിപ്പിച്ച പമ്പാ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരിക്കുന്നത്. ഗവർണർ ജസ്റ്റിസ് P സദാശിവം പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജില്ലാ കളക്ടറെ ക്ഷണിച്ചില്ല. ഗവർണറെ കൂടാതെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, G സുധാകരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MP, MLA എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ്
കളക്ടറെ മനഃപൂർവ്വം ഒഴിവാക്കിയത്. ശബരിമലയിലെ എല്ലാ ആവശ്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കുന്നയാളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ആർ ഗിരിജ. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് അപകടമുണ്ടായപ്പോഴും കൃത്യമായ ചികിത്സയും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കാൻ കളക്ടർ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കളക്ടറെയാണ് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ ദേവസ്വം ബോർഡ് അവഗണിച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ പങ്കെടുപ്പിച്ച് വളരെ ആർഭാടമായി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പാ സംഗമം സംഘടിപ്പിച്ചതും. അതേസമയം വനം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് ശബരിമലയിൽ ആവശ്യമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പമ്പാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ശബരിമല വികസനത്തിന് വനം വിട്ടുതരണമെന്ന ആവശ്യം ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാറിനെ ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I requested him, we have to provide minimum facilities, more space, place for stay, etc. For that, the Devaswam board requires some more areas. ശബരിമലക്കായി 300 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അറിയിച്ചു. വിജേഷ് നടുവിൽ, സന്നിധാനം. നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത പ്രായോഗികമാണെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ. സർക്കാർ അനുമതി ലഭിച്ചാൽ 6 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. വിശദമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ 18 മാസത്തെ സമയം ആവശ്യമാണെന്നും ഇത് സംബന്ധിച്ച് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വയനാടിന്റെയും സംസ്ഥാനത്തിന് തന്നെയും സ്വപ്ന റെയിൽവേ പദ്ധതിയായ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ സംബന്ധിച്ച പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷമാണ് ഇതു സംബന്ധിച്ച ഉന്നതതല യോഗം വയനാട്ടിൽ നടന്നത്. വയനാട്ടിലെയും നിലമ്പൂരിലെയും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് പദ്ധതി സംബന്ധിച്ചുള്ള രൂപരേഖ ഇ ശ്രീധരൻ അവതരിപ്പിച്ചത്. ആകെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 5000 കോടി രൂപയാണ്. കർണാടകത്തിന്റെയും കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും സാമ്പത്തിക സഹകരണത്തോടെ അധിക ബാധ്യതകളില്ലാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയും. വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കാൻ 18 മാസത്തെ സമയം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുമാനം ഹോൾ പ്രോജക്റ്റ് ഒരു 6 കൊല്ലത്തോണ്ട് കഴിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കൊല്ലം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇതൊരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന പ്രോജക്റ്റാണ്. 164 കിലോമീറ്ററാണ് കേരള കർണാടക സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ ആകെ നീളം. വനത്തിലൂടെയും പാത കടന്നുപോകുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരം കാണണം. തുരങ്കപാതയോ മേൽപ്പാലമോ ഇതിനായി നിർമ്മിക്കേണ്ടി വരും. ഇരു സംസ്ഥാനങ്ങളും സർവേ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ സർവേ നടപടികൾ ആരംഭിക്കാനാകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. MI ഷാനവാസ് MP, MLA മാരായ CK ശശീന്ദ്രൻ, IC ബാലകൃഷ്ണൻ, OR കേളു, PV അൻവർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. സാമ്പത്തിക സേവന രംഗത്ത് വിശ്വസ്ത മുഖമുദ്രയാക്കിയ ICL ഗ്രൂപ്പിന്റെ ഫാഷൻ രംഗത്തെ ആദ്യ കാൽവെപ്പായ സ്നോവ്യൂ ടെക്സ് കളക്ഷൻസ് ഇരിങ്ങാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ താരങ്ങളായ ഗായത്രി അരുണും സ്നേഹയും ചേർന്ന് നവീകരിച്ച സ്നോവ്യൂ ടെക്സ് കളക്ഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ICL ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KG അനിൽകുമാറും CEO ഉമാ അനിൽകുമാറും ചേർന്ന് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. കൈരളി TVയിലെ ജനപ്രിയ പരമ്പര കാര്യം നിസ്സാരം 1000 എപ്പിസോഡുകൾ പിന്നിട്ടതിന്റെ ആഘോഷം തിരുവനന്തപുരത്ത് നടന്നു. KB ഗണേഷ് കുമാർ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാര്യം നിസ്സാരത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യത്യസ്ത ആനുകാലിക വിഷയങ്ങളെ കുടുംബ പശ്ചാത്തലത്തിൽ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു പരമ്പര 1000 അധ്യായങ്ങൾ പിന്നിടുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായാണ്. കൈരളി TVയിലൂടെ പുതിയ ചരിത്രം കുറിച്ചതിന്റെ ആഘോഷത്തിലായിരുന്നു കാര്യം നിസ്സാരത്തിന്റെ അണിയറ പ്രവർത്തകർ. ടെലിവിഷൻ താരങ്ങളുടെ സംഘടന ആത്മയുടെ പ്രസിഡന്റും MLAയുമായ KB ഗണേഷ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാര്യം നിസ്സാരത്തെ പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അനീഷ് രവിയും അനു ജോസഫും കിഷോറും സംവിധായകൻ ഉണ്ണി ചെറിയാനും സന്തോഷം പങ്കുവച്ചു. ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ നിൽക്കുകയാണ്. കൈരളി TV ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ സീനിയർ ഡയറക്ടർ M വെങ്കിട്ടരാമൻ, പ്രോഗ്രാംസ് ഡയറക്ടർ PO മോഹനൻ എന്നിവർ കാര്യം നിസ്സാരം ടീമിന് ആശംസകൾ അറിയിച്ചു. പരമ്പരയുടെ നിർമ്മാതാക്കളായ PMI പ്രൊഡക്ഷൻസ് മാനേജിംഗ് ഡയറക്ടർ അജയ് പട്ടാഡിയ, ദക്ഷിണേന്ത്യൻ മേധാവി കാലടി ജയൻ തുടങ്ങിയവരും കാര്യം നിസ്സാരത്തിന്റെ അണിയറ പ്രവർത്തകർക്കും കൈരളി TV പ്രതിനിധികൾക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.